Hello, my dear CA final students. Welcome back to my channel. It's me, CA Farzana here. അങ്ങനെ നമ്മുടെ മെയ് 26 റിസൾട്ട്സ് വന്നിരിക്കുകയാണ്. കാത്തിരുന്ന് അവസാനം റിസൾട്ട് വന്നു. കാത്തിരുന്നിട്ടില്ല അല്ലേ, പെട്ടെന്ന് വന്നല്ലേ ഇപ്രാവശ്യം. അതെ, എന്തായാലും സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്സായവരുണ്ട്. അപ്പോൾ പാസ്സായ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്, ഹാൻഡ്സ് ഓഫ്. കാരണം എന്തായാലും നിങ്ങളുടെ എഫേർട്ട് കൊണ്ട് തന്നെയാണ് നിങ്ങൾ പാസ്സായത്. വെറുതെ എന്തായാലും നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ചെയ്ത സാക്രിഫൈസസ്, കഷ്ടപ്പാട് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യണം. യു ഡിസേർവ് ഇറ്റ്. അപ്പം നന്നായിട്ട് എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഇനി അങ്ങോട്ടേക്ക് അങ്ങ് എന്താ പറയുക, ഇനിയിപ്പോൾ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് എൻജോയ് ചെയ്യാം. നല്ലൊരു ബ്രേക്ക് എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അങ്ങനെ, പ്രാക്ടീസ് ആണെങ്കിൽ അങ്ങനെ, പിന്നെ പോലെ ടീച്ചിങ് ആണെങ്കിൽ അങ്ങനെ, എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ അടുത്ത പരിപാടി നോക്കുക. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ജേർണി അഹെഡ്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദി പോയിന്റ്. അതിനു മുന്നേ നമ്മൾ റിസൾട്ട് ലീക്കിനെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇത് അൺവെരിഫൈഡ് ആണ്, അതുകൊണ്ട് നിങ്ങൾ ICAയുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഒരു ക്ലാരിഫിക്കേഷൻ ICAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം, പാനിക് ആവണ്ട എന്നുള്ളത്. അത് വന്നിട്ടുണ്ട് ആക്ച്വലി. യെസ്, ആൻഡ് ICA തന്നെ പറഞ്ഞിട്ടുണ്ട് ദീസ് അൺവെരിഫൈഡ് ക്ലെയിംസ് ആണ് ഇതെല്ലാം. പിന്നെ അതുപോലെ തന്നെ ICA clarifies the portal being referred to examination portal. It's exclusively for examiner orientation, has nothing to do with exam related records. ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് അതിൽ. ആൻഡ് ICA assure no compromise of candidates examination records, answer books, marks data ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങളുടെ റിസൾട്ട്. അത് ICA നല്ല രീതിയിൽ തന്നെ അഷ്യൂർ ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് തന്നേക്കുന്നത്. ലീക്ക് പരിപാടീസ് ഒന്നും ഇല്ല എന്ന് ICA ഒഫീഷ്യലി തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ആ കൺഫ്യൂഷൻസ് മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് കാര്യത്തോട് കടക്കാം. നമ്മൾ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ റിസൾട്ട്. ഓക്കെ, അതിൽ റിസൾട്ടിൽ ഗ്രൂപ്പ് 1 വന്നേക്കുന്നത് 12%, ഗ്രൂപ്പ് 2 20.49%. ഓക്കെ, 20%ഓളം വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രാവശ്യം യൂഷ്വലി നമുക്ക് റിസൾട്ടിൻ്റെ അന്നുണ്ടല്ലോ കുറേ പേര് സ്റ്റോറീസ് ഇടും, കൺഗ്രാറ്റ്സ് CA, കൺഗ്രാറ്റ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം റിസൾട്ട് പൊതുവേ കുറവാണ്. ലൈക്ക് നമുക്കിങ്ങനെ പാസ്സായതിൻ്റെ സ്റ്റോറീസൊക്കെ ഭയങ്കര കുറവാണ് കമ്പയർ ടു. പിന്നെ അത് മാത്രമല്ല, ഇനി അഥവാ പാസ്സാവുകയാണെങ്കിൽ മെജോറിറ്റി എന്തായിരുന്നു, ഗ്രൂപ്പ് 2 ആണ്. ഞാൻ കുറേ പേരെടുത്ത് ചോദിക്കുമ്പോൾ അവർ ഗ്രൂപ്പ് ടു. അപ്പോൾ ഗ്രൂപ്പ് 2 ഇപ്രാവശ്യം അത് യൂഷ്വൽ IBS ഒക്കെ വെച്ച് പിടിക്കാറുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഒന്നും ചെയ്തിട്ടില്ല. എഴുതിയവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മാർക്ക് ഇട്ട് പാസ്സായിട്ടുണ്ട്. അതായത് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ നിങ്ങൾ പാസ്സാവും. അപ്പോൾ കുഴപ്പമില്ലാത്ത ഇവാലുവേഷൻ ആയിരുന്നു ഇപ്രാവശ്യം ഗ്രൂപ്പ് 2. ഇനി നമ്മളുടെ ഗ്രൂപ്പ് 1നെ പറ്റി നമുക്ക് നോക്കാം. നമ്മളുടെ മെയിൻ ഗ്രൂപ്പ് 1 വന്നപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു റിസൾട്ടാണ് G1ൻ്റെ. എല്ലാവരും ഇപ്രാവശ്യം റിസൾട്ട് നോക്കുന്ന സമയത്ത് ചിന്തിച്ചിരുന്ന ഒരു കാര്യം AFM എന്താണെന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട്, ഇൻക്ലൂഡിങ് മീ. ഞാനും തന്നെ ICA എന്താണ് പ്രാവശ്യം ICA അപ്രോച്ച് എന്തായിരുന്നു AFM പേപ്പറിൻ്റെ ഇവാലുവേഷനിലെന്നൊക്കെ എനിക്കും ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അതിനെപ്പറ്റി പറയാം. അപ്പം നിങ്ങൾ വിഷമിക്കേണ്ട, കാരണം പാസ്സായവരുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ ബോത്ത് ഗ്രൂപ്പ് 14%, ഗ്രൂപ്പ് 1 12%, ഓൺ ആൻ ആവറേജ് നമുക്കിപ്പോൾ പ്രാവശ്യം 15% എടുക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 100 പേരിൽ ആകെ 15 പേരെ പാസ്സായിട്ടുള്ളൂ. റിമൈനിങ് 85 എന്താണ് ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ മെജോറിറ്റി ആൾക്കാർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ സന്തോഷിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ മെജോറിറ്റി ആൾക്കാരുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഇച്ചിരി വിഷമത്തില്ല. അപ്പം നിങ്ങൾ ഒറ്റയ്ക്കല്ല, അപ്പം ഡൗൺ ആവേണ്ടത് കാര്യമില്ല, നമുക്ക് കൂട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എല്ലാ പ്രാവശ്യം ഇതുപോലെ കിട്ടാത്തവരുണ്ടാകും. പക്ഷേ ഈ പ്രാവശ്യത്തെ അറ്റംപ്റ്റ് ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം AFM ടഫായിരുന്നു, നല്ല രീതിയിൽ ടഫായിരുന്നു. ഔട്ട് ഓഫ് ദി ബോക്സ് കുറച്ച് സാധനങ്ങളൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരേപോലെ, അതായത് ഈവൻ പാസ്സായ ആൾക്കാർക്കും ടഫായിരുന്നു, AFM പേപ്പർ പാസ്സായ ആൾക്കാർക്കും ടഫായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അവർ പാസ്സായി,
ഞാൻ പാസ്സായില്ല എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും. അതിനുള്ള ഉത്തരം നമുക്ക് ഈ വീഡിയോയിൽ തന്നെ പറയാം. അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ, അതായത് അതിനു മുന്നേ ഈ ഒരു കാര്യം പറയാം. ഇപ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു May 26 അറ്റംപ്റ്റ് എന്നുള്ളത്. സ്റ്റുഡൻസ് ഓവറോൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തു. AFM January 26 ഇച്ചിരി ടഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ് റിവ്യൂ വന്നത്. സോ ഡെഫിനറ്റ്ലി May 26 മാനേജബിൾ ആവുമെന്നാണ് മിക്കവരും എക്സ്പെക്ട് ചെയ്തതും. എക്സംഷൻ കിട്ടും എന്നുള്ള രീതിയിലാണ് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് എക്സാമിന് പോയത്. പക്ഷേ എക്സാമിൻ്റെ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ അതായിരുന്നില്ല. ഐസെ നമുക്ക് വേണ്ടി വലിയൊരു ഗിഫ്റ്റ് അവിടെ കാത്തു വെക്കുന്നുണ്ടായിരുന്നു. അതൊന്നുമല്ല, നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എവിടുന്നൊക്കെയോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ എന്തുണ്ടായത്, സ്റ്റുഡൻസ് എല്ലാവരും ഇത് കണ്ടപ്പോൾ തളർന്നു പോയി, തകർന്നു പോയി. കാരണം ഇത് കാണുമ്പോൾ എന്തെഴുതും, എന്താണ് ചോദിച്ചത് പോലും മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ അവസ്ഥയായിരുന്നു AFM കഴിഞ്ഞിട്ട് കുറേ പേർക്ക് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓഡിറ്റിൻ്റെ പ്രിപ്പറേഷനും അത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് May 26 അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും ഒരേപോലെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, മാം AFM പേപ്പർ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യും? കാരണം ഇങ്ങനെയൊക്കെ ഔട്ട് ഓഫ് ദി ബോക്സ് സാധനങ്ങൾ ചോദിക്കാൻ ഞങ്ങളെ പ്രിപ്പറേഷൻ എങ്ങനെ ആയിരിക്കണം, എന്താണ് ഇങ്ങനത്തെ ടഫ് പേപ്പർ വന്നു കഴിഞ്ഞാൽ ചെയ്യുക, എങ്ങനെ ഇങ്ങനത്തെ പേപ്പറിലൊക്കെ പാസ്സാവാമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തിരുന്നു, റിസൾട്ടിന് മുന്നേ തന്നെ വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾക്ക് അത് കുറേ പേര് കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഇല്ലാത്തവർ ഒന്ന് കാണാം. November 26 അറ്റംപ്റ്റിന് നിങ്ങളെ പ്രിപ്പറേഷന് വീഡിയോ, അതുപോലെ AFMൻ്റെ അപ്രോച്ച് എങ്ങനെ ആയിരിക്കണം, ഗ്രൂപ്പ് 1ന് മൊത്തത്തിലുള്ള സ്ട്രാറ്റജി എന്തായിരിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട്. അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇതുപോലത്തെ ഒരു ടഫ് അറ്റംപ്റ്റിന് നമ്മൾ യൂഷ്വലി പോകുന്നത് FR 50 AFM എക്സംഷൻ ഓഡിറ്റ് 40 എന്നുള്ള അപ്രോച്ചിലായിരിക്കും. പക്ഷേ ഇതുപോലത്തെ ടഫ് അറ്റംപ്റ്റ് ആണെങ്കിൽ FR നമ്മൾ സ്കോർ ചെയ്തിരിക്കണം. FRന് എക്സംഷൻ, അതുപോലെ തന്നെ ഓഡിറ്റ് 40 അല്ല 50 എങ്കിലും ടാർഗറ്റ് വയ്ക്കണം. 50 എങ്കിലും നമുക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും പാസ്സാവാനുള്ള ചാൻസസ് നല്ല കൂടുതലാണ്. ഈവൻ നമുക്ക് AFM ഒന്നും അറിയില്ല, അല്ലെങ്കിൽ AFMൽ ക്വസ്റ്റ്യൻസ് നല്ല ടഫായിരുന്നു, ബ്ലാങ്ക് ആയിരുന്നു, എല്ലാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് 40 മാർക്ക് അവർ നോക്കും. കാരണം ICA നോക്കുന്നത് ഈ 2 പേപ്പറായിരിക്കും. ഇതിൽ 60 ഉണ്ട്, ഇതിൽ 50 ഉണ്ട്. AFM 40 വന്നു കഴിഞ്ഞാൽ ഈ കുട്ടി ക്ലിയർ ചെയ്ത് പോകുന്ന ഒരാളാണോ? യെസ്. അപ്പോൾ അവർക്കും അറിയാം AFM ടഫായിരുന്നു, അവരും തന്നെ നല്ല കളിപ്പിച്ചിട്ടാണ് പിള്ളേരോട് ചോദിച്ചാൽ അവർക്കറിയാം. അപ്പോൾ അവർ നോക്കും. AFM ടഫ് ആയില്ലായിരുന്നെങ്കിൽ ഈ കുട്ടി ഡിസേർവിങ് ആണോ ഈ ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാൻ, ബാക്കി 2 പേപ്പറിലും കൂടി വരുമ്പോൾ അഗ്രിഗേറ്റ് വരുമോ എന്നുള്ളതൊക്കെ നോക്കും. അതുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തായാലും എന്ത് ചെയ്യും, ഒരു 40ൽ എന്ത് ചെയ്യും, കുഴപ്പമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അവർക്ക് ഡിസേർവിങ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, കയറ്റി വിടും. അപ്പം ഇത് ഞാൻ നിങ്ങളടുത്ത് ഗ്രൂപ്പ് 1ൻ്റെ അപ്രോച്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ. ഇപ്രാവശ്യത്തെ റിസൾട്ട് നോക്കാം. ലുക്ക് അറ്റ് ദിസ് റിസൾട്ട്. ഇതുപോലത്തെ കുറേ റിസൾട്ട് ഉണ്ട്. ഞാൻ പിന്നെ ഒന്ന് പിക്ക് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. ഞാൻ റിസൾട്ട് വന്നൊക്കെ തന്നെ വീഡിയോ ഇടാഞ്ഞത് ഞാൻ ഇതിൻ്റെയൊക്കെ അനാലിസിസിനും ഒരു റിസർച്ചിങ്ങിലൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യക്തി പാസ്സായിട്ടുണ്ട്. പാസ്സായപ്പോൾ ആളുടെ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FRന് 60, ഓഡിറ്റിന് 50. അപ്പോൾ ഒബ്വിയസ്ലി ആളുടെ പേപ്പർ AFM നോക്കും എങ്ങനെയാണ്. ആൾക്കും നല്ല ടഫാണ്. ഇവരോടൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ പറഞ്ഞ സെയിം പ്രശ്നം വന്നിട്ടുണ്ട്. AFM നല്ല ടഫായിരുന്നു, ബ്ലാങ്ക് ആയിരുന്നു, എന്താ എഴുതേണ്ടി അറിയാഞ്ഞ് അങ്ങനത്തെ പ്രശ്നം വന്നിട്ടുണ്ട്. ബട്ട് ലുക്ക് അറ്റ് ദി മാർക്ക്, 46. പാസ്സായി, സക്സസ്ഫുൾ. മനസ്സിലായോ? നെക്സ്റ്റ് 60, 52, 40. കറക്റ്റ് 40 ഒക്കെ ഇടുമ്പോൾ എന്തായാലും അവർ ഒന്ന് പാസ്സാക്കാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി AFM ഇപ്രാവശ്യം അത്രയും ടഫായിരുന്നല്ലോ. സോ ഞാൻ അതാ പറഞ്ഞു, ഞാൻ ഈ സെയിം സാധനമാണ്, ഞാൻ ഇത് തന്നെയാണ് നിങ്ങളടുത്ത് പറഞ്ഞത്. ഓഡിറ്റ് എന്ത് ചെയ്യണം, ഇനി തൊട്ട് 40 അല്ല 50 തന്നെ നിങ്ങൾ ടാർഗറ്റ് വെക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ FR ഇതുപോലെ തന്നെ 60 എക്സംഷൻ നോക്കണം എന്ന് പറഞ്ഞു.
ഇതുപോലത്തെ ടഫ് അറ്റംപ്റ്റിൽ ബാക്കി 2 പേപ്പേഴ്സ് കുഴപ്പമുണ്ടാവില്ല. മനസ്സിലായോ? അത് ഞാൻ കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് റിസൾട്ട് വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് ഏറെക്കുറെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇനി രണ്ടാമത്തെ കാറ്റഗറി അത് ഞാൻ പറഞ്ഞത് എവിടെയായിരുന്നു? ഓക്കെ, കുഴപ്പമില്ല, ഇവിടെ ചെയ്യാം. കാറ്റഗറി അല്ല, ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. AFM എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുക, അതായത് ഇതുപോലത്തെ ടഫ് പേപ്പർ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ AFMനെ അപ്രോച്ച് ചെയ്യണം, മാർക്സ് സ്കോർ ചെയ്യുന്നതിനെ പറ്റി ഞാൻ കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തളർന്നു പോകരുത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം, തളർന്നു പോകരുത്. നമുക്ക് ഒരിക്കലും ഒരു ടഫ് പേപ്പർ വരുമ്പോൾ തളർന്നു പോകരുത് ഇത് കാണുമ്പോഴേക്കും. കാരണം ഇത് നിങ്ങൾക്ക് മാത്രമല്ല ടഫ്, എല്ലാവർക്കും ടഫുണ്ട്. ആ സമയത്ത് നിങ്ങളെ ICA ടെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് ആണ് ആ എക്സാമിന്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ആ എക്സാമിന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നത് ഇതുപോലത്തെ ടഫ് പേപ്പർ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം. ഫസ്റ്റ് നിങ്ങൾ ആ പേപ്പർ കണ്ടിട്ട് ടഫാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അക്സെപ്റ്റ് ദ ഫാക്ട് ടഫാണ്, ഞാൻ തളർന്നു പോയിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു കോൺസെപ്ച്വൽ ക്ലാരിറ്റി സ്ട്രോങ് ആക്കി വെക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൽ വന്നേക്കുന്നത്, എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലത്തെ ടഫ് പേപ്പറിൽ ICA ചെയ്യുന്നൊരു ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് എവിടെയെങ്കിലും നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുകയില്ല. ഏതെങ്കിലുമൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് അവർ ഇട്ടിട്ടുണ്ടാകും. സിമ്പിൾ എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിൾ എന്നല്ല, പക്ഷെ നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഞാൻ May 26 പേപ്പർ വർക്കൗട്ട് ചെയ്തതാണ്. അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർ ഇട്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അത് ഈ പേടിച്ച് ബ്ലാങ്ക് ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടഫ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ അയ്യോ അയ്യോ എല്ലാം ടഫ്, അയ്യോ പോയേ. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ വെറുതെ പറയല്ല, ഞാൻ May 26 പേപ്പർ വർക്കൗട്ട് ആയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് അത് പൊതുവേ ടഫ് പേപ്പറിൽ അത് ഉണ്ടാകും, അതെനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ May 26 ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ AFM റെക്കോർഡിങ്സിൽ ഞാൻ January 26 May 26 പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ കൃത്യമായിട്ട് May 26 പേപ്പർ ഏതൊക്കെയായിരുന്നു എളുപ്പം സ്കോർ ചെയ്യാനുള്ളത്, ഏതൊക്കെയാണ് ഇച്ചിരി ട്രിക്കി ആയിട്ട് ICA ചോദിച്ചത്, ആ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്, എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. January 26 പേപ്പർ ആക്ച്വലി ടഫായിട്ട് പറയുമെങ്കിലും അത്രയും ടഫല്ല. അത് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഇച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റും. ഡെറിവേറ്റീവ്സ് ഒക്കെ 18 out of 18 വാങ്ങിക്കാൻ പറ്റുന്ന പേപ്പറായിരുന്നു അത്. ഒക്കെ ഞാൻ അതിൽ എൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെക്കോർഡിങ്സ് വരുമ്പോൾ ഞാൻ പറയാം. എനിവേസ്, ബാക്ക് ടു ദി പോയിന്റ്. അപ്പം ഞാൻ എൻ്റെ ആ ഒരു AFMനെ അപ്രോച്ച് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് തളർന്നു പോകാണ്ടിരിക്കുക, അതുപോലെ തന്നെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി സ്ട്രോങ് ആക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് നിങ്ങൾ മര്യാദക്ക് വൃത്തിക്ക് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്താണോ നിങ്ങൾക്ക് അറിയുന്നത്, ഓക്കെ, അവർ ചോദിച്ച സാധനം അറിയില്ലെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന സാധനം എന്താ എഴുതി വെക്കുക, അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ സംഭവം ഫോളോ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട്. I personally contacted them and they said the same thing. And do you know what's their score? See, ഇയാൾ പാസ്സായിട്ടുണ്ട്. ലുക്ക് അറ്റ് their score, 62. AFM ടഫായിരുന്നു, ഈ വ്യക്തിക്കും ടഫായിരുന്നു. I tell you that. ഈ വ്യക്തിക്കും ടഫായിരുന്നു. പിന്നെ എങ്ങനെ 62 മാർക്സ് കിട്ടി? ആൾ ഈ സെയിം അപ്രോച്ചാണ് ചെയ്തത്. ഞാൻ കോണ്ടാക്ട് ചെയ്തു, സെയിം കാര്യം, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ സെയിം കാര്യം. ഓക്കെ, സെക്കൻഡ് 50 മാർക്സ്, 40 മാർക്സ് പോലും ഇല്ല. 40 നമുക്ക് അങ്ങനെയെങ്കിലും കിട്ടും. ഇതങ്ങനെയല്ല, ഇത് പ്രോപ്പറായിട്ട് ആ പേപ്പറിനെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ മാർക്ക് ഇട്ട് തരുന്നുണ്ട്. ICA നല്ല മാർക്ക് ഇട്ട് കൊടുത്തു, 50, 62. ഓക്കെ, ഞാൻ പറയുന്നു ഈവൻ റാങ്ക് ഹോൾഡേഴ്സിന് പോലും ടഫായിരുന്നു പ്രാവശ്യത്തെ AFM പേപ്പർ. പക്ഷെ വാട്ട് മേക്സ് ഡിഫറൻസ് എന്താണ് ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ICA ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും, കാരണം ഈ കുട്ടിയുടെ പൊട്ടൻഷ്യൽ എങ്ങനെ, ബാക്കി പേപ്പേഴ്സിലെ പെർഫോമൻസ് എങ്ങനെയാണ്, പിന്നെ ആ AFM പേപ്പറിനെ ടഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് പോലും, ടഫസ്റ്റ് പേപ്പർ ആയിട്ട് പോലും എങ്ങനെ ആ പേപ്പറിനെ അപ്രോച്ച് ചെയ്ത് എല്ലാവരും ഇവാലുവേറ്റ് ചെയ്യും. ICA ഇപ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ മെൻ്റൽ സ്ട്രെങ്ത്, അത് തളർന്നു പോയത്.
പിന്നെ ഇപ്രാവശ്യം ഫെയിലായ AFM കുറേ പേര് ഫെയിലായിട്ടുണ്ട്. എനിക്ക് കുറേ റിസൾട്ട്സ് അങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ 30+ മാർക്സിലാണ് മിക്കവരും ഫെയിലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 30 മാർക്സോളം അവർ ഗ്രേസ് മാർക്സും പ്ലസ് ഒരു ലിബറൽ ഇവാലുവേഷനൊക്കെ ആയിട്ട് ഒരു 30 എത്തിക്കുന്നുണ്ട്. ഇപ്പം ബ്ലാങ്ക് ആയിട്ട് ഒന്നും എഴുതാഞ്ഞിട്ട് പോലും 30 മാർക്സോളം കിട്ടിയവരുണ്ട്. ഓക്കെ, ഞാൻ അതെല്ലാവരുടെ അടുത്തും ഇൻഡിവിജ്വലി കോൺടാക്ട് ചെയ്ത് സംസാരിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഗ്രേസ് മാർക്സ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നല്ല മാർക്സ് 60 50 ഒക്കെ 60 to 50 ഒക്കെ കിട്ടിയ അയാൾക്ക് പാസ്സാകാൻ പറ്റില്ല, ബട്ട് ഹി സ്കോർഡ് എ ഗുഡ് മാർക്സ് ഇൻ AFM. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതിലൊക്കെ നല്ല മാർക്സ് കിട്ടിയവരൊക്കെ എന്തായിട്ടുണ്ട്, ഗ്രേസ് മാർക്ക് ഉണ്ട്. പക്ഷെ ഇവിടെ ICA ടെസ്റ്റ് ചെയ്തത് ഓരോരുത്തർ എങ്ങനെ ഈ ഒരു ടഫിനെ മാനേജ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞത്, സെയിം കാര്യം എന്നുള്ളത്. മൈൻഡ് സെറ്റ് മാറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ICAനെ നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. നമ്മൾ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം നമ്മളെ മൈൻഡിലുണ്ടായിരിക്കണം. പിന്നെ എക്സാമിൻ്റെ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, നോർമലി നിങ്ങളുടെ നോളജ് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. യൂഷ്വൽ ചോദിക്കുന്ന പാറ്റേൺ ആയിരിക്കും ചോദിക്കും. ചില സമയത്ത് നിങ്ങളെ റൈറ്റിംഗ് സ്പീഡ് അവർക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, ലെങ്തി പേപ്പർ ആക്കും. നിങ്ങളെങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നു നോക്കും. ഓക്കെ, ചിലപ്പോൾ എന്ത് ചെയ്യും, കോൺസെപ്ച്വൽ ക്ലാരിറ്റി കുറച്ച് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതെന്തെന്ന് വെച്ചാൽ സ്ഥിരം ചോദിക്കുന്ന ഡിറ്റോ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. അതിന് പകരം ഈ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിട്ട് പക്ഷെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇഫ് യു ഹാവ് ദാറ്റ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി, അത് ടെസ്റ്റ് ചെയ്യും. ഇപ്രാവശ്യം പക്ഷേ ICA ടെസ്റ്റ് ചെയ്ത് നിങ്ങളെ മെൻ്റൽ സ്ട്രെങ്ത് അത് പ്രോപ്പറായി ഡീൽ ചെയ്തവർ കയറിപ്പോയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ ഒരിക്കൽ സ്റ്റുഡൻസിനെ കുറ്റം പറയില്ല. കാരണം ആ 3 മണിക്കൂറിൽ നമ്മളെ അവസ്ഥ എന്ന് പറയുന്ന ആ സമയത്ത് നമുക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരാളെയും ബ്ലെയിം ചെയ്യുന്നു. ഞാൻ ഇപ്രാവശ്യം ഫെയിലായ പിള്ളേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് നിങ്ങളെ കുറ്റം പറയരുത്. കാരണം അമ്മാതിരി വലിയ ഒരു പരീക്ഷണമായിരുന്നു ഇപ്രാവശ്യത്തെ അറ്റംപ്റ്റ്. അതുകൊണ്ട് ഇപ്രാവശ്യം എക്സാം എഴുതിയിട്ട് ലൈക്ക് ഇത്രയും ടഫായിട്ട് പോലും അത് മാനേജ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് എല്ലാ എക്സാമും പോയിട്ട് എഴുതിയവരുണ്ടല്ലോ, ഹാൻഡ്സ് ഓഫ്. നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ വിന്നേഴ്സാണ്, എനിക്ക് നിങ്ങൾ വിന്നേഴ്സാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കൊണ്ട് പ്രിപ്പയർഡ് ആയിട്ട് പോവുക. അതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് തളർന്നു പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് AFM ഫാക്കൽറ്റി ആയിട്ട് വന്നത്. കറക്റ്റ് ഞാൻ ഫാക്കൽറ്റി ആയപ്പോഴേക്കും എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ ഇങ്ങനെ എനിക്കും വിഷമമുണ്ട്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ അത്രയും നമുക്കിത് വലിയ ചലഞ്ചാണ്. ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിള്ളേർ ഓടി വരുന്നത് നമ്മളെടുത്ത് കാണും അല്ലേ. അപ്പോൾ നമുക്കിത് ചലഞ്ച് തന്നെയാണ്. ഇപ്പോൾ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസും നമ്മൾ ഫാക്കൽറ്റി ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒളിച്ചോടാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ചെയ്യരുത്, ഫേസ് ചെയ്യണം. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക, ചെയ്യാൻ പറ്റാവുന്ന അങ്ങേയറ്റം നമ്മൾ ചെയ്തു കൊടുക്കുക, വിട്ടുകൊടുക്കരുത്. ഓക്കെ, അപ്പം നമ്മൾ November 26 അറ്റംപ്റ്റ് എല്ലാം പ്രതീക്ഷിച്ചിട്ട് മുന്നോട്ട് പോവുക. പിന്നെ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് ഇട്ട് തരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, പോസിറ്റീവായിട്ട് കാണാം. കണ്ടില്ലേ, ഇത്രയും ടഫ് അറ്റംപ്റ്റിൽ പോലും 60 to 50 പിന്നെ 80 മാർക്സ് വരെ കിട്ടിയവരുണ്ട് റാങ്ക് ഹോൾഡേഴ്സിനൊക്കെ. അതെനിക്ക് തോന്നുന്നു കമ്പയർഡ് ടു അത് പേപ്പേഴ്സും അതെല്ലാം നോക്കിയിട്ടായിരിക്കും. എനിവേയ്സ്, ഓക്കെ, ഇപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പോസിറ്റീവ്. ഇതുപോലത്തെ ടഫ് അറ്റംപ്റ്റിൽ എനിക്ക് ഒരിക്കലും 0 മാർക്സ് കിട്ടുമെന്നൊന്നും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഞാൻ അതിനും കൂടിയാണ് പറയുന്നത്. ഇനി ടഫ് പേപ്പർ വന്നു കഴിഞ്ഞാലും മനസ്സിലാക്കുക, എനിക്ക് പാസ്സാവാൻ പറ്റും, ഉറപ്പായിട്ടും പാസ്സാവാൻ പറ്റും. അതിൻ്റെ ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഹൗ ടു ക്ലിയർ ടഫ് എക്സാം. 1, MCQ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ടഫാണ്, അതായത് ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ നമുക്ക് മനസ്സിലാവും ഇത് നമ്മളെ കയ്യിൽ നിൽക്കാത്തൊരു സംഭവമാണോ എന്ന്. അങ്ങനെ വല്ലതും ഈ AFM പോലെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, MCQ കുറച്ചിരിക്കുക. അത് യൂഷ്വലി MCQന് ഇരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സമയം നിങ്ങൾ MCQനും കൂടി കൊടുക്കുക. ഓക്കെ, അപ്പം ഈ പറഞ്ഞ നല്ല മാർക്ക് കിട്ടിയവരൊക്കെ MCQ അത്യാവശ്യം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കിയവരാണ്. ഓക്കെ, അപ്പോൾ MCQ യൂഷ്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MCQയിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വരാൻ ചാൻസ് ഉള്ളൊരു ആൻസർ നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ MCQ ഫസ്റ്റ് തന്നെ തുടങ്ങിക്കും. ഇങ്ങനത്തെ ഒക്കെ ഒരു
പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ MCQ തുടങ്ങുക. സമയം എടുത്ത് നല്ലോണം നോക്കിയിട്ട് MCQ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഏതാണോ അതിൽ നോക്കിയിട്ട്, എന്തായാലും ഒരു ആൻസർ നമുക്ക് കിട്ടാണ്ടിരിക്കില്ല, അത് നോക്കുക. നമ്മൾ അതിന് കുറച്ച് സമയം എടുത്താണെങ്കിൽ അത് നോക്കി കുറച്ചുകൂടി സമാധാനത്തിൽ MCQ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. MCQയിൽ നമുക്ക് സ്കോർ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്കതിൽ എന്തെങ്കിലും അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ട്രസ്റ്റ് മീ. അത് ഏതാണെന്നൊന്ന് പെറുക്കി ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ടഫാണോ, പോട്ടെ, കുഴപ്പമില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ പോവാ എവിടെയൊക്കെ ഉണ്ടാവും. അത് വൃത്തിക്ക് അറ്റൻഡ് ചെയ്യുക. എന്തെയാ, വൃത്തിക്ക് അറ്റൻഡ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയില്ല, എനിക്കറിയില്ല, ഇത് എന്താ ചോദിച്ചെന്ന് പോലും അറിയില്ല, ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് നല്ല വൃത്തിക്ക് പഠിച്ചു പോയ ഒരാൾക്കാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏത് ചാപ്റ്റർ ആണെന്നും ഏത് ടോപ്പിക്കാണ് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നത് എന്താണ് അത് എഴുതി വെക്കുക. ഓക്കെ, ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് DTക്ക് ഇതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ടാക്സേഷൻ ആണ് തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്. അതിൽ ഇതുപോലെ ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് ആണെന്ന് ചോദിച്ചു. എനിക്ക് എന്താ ചോദിച്ചെന്ന് അറിയില്ല, പക്ഷെ അതെന്താണ് ആ ടോപ്പിക് അറിയാം, ഞാൻ അത് എഴുതി വെച്ച് തോന്നുന്നു. നല്ല മാർക്കുണ്ടായിരുന്നു DTക്ക്. സോ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കറിയാത്ത സംഭവങ്ങൾ ട്രൈ ടു അറ്റൻഡ് റാദർ ദാൻ ലീവ് ചെയ്യുന്നതിനേക്കാളും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊക്കെ കൂടി പെറുക്കി കഴിഞ്ഞാലും നമുക്ക് ഗ്രേസ് മാർക്ക് എന്ന സംഭവമാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഐസ് ഇട്ട് വരും. അതും കൂടി ഇട്ട് വരുമ്പോൾ നമുക്ക് എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും. ആ സമയത്ത് അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ തീർന്നു എന്ന് വിചാരിക്കില്ലേ. ഇനിയെങ്കിലും മനസ്സിലാക്കുക, പാസ്സാവുന്നവരുണ്ട്, എനിക്കും അങ്ങനെ ആവണം. അതിലെന്താ എങ്ങനെ ആവാൻ പറ്റുക, എൻ്റെ ആറ്റിറ്റ്യൂഡും എൻ്റെ മൈൻഡ് സെറ്റും മാറ്റിയാൽ മതി. ഓക്കെ, ഇപ്രാവശ്യം മെൻ്റൽ സ്ട്രെങ്ത് ഓഫ് സ്റ്റുഡൻസ് ആണ് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് എക്സാമിന് ഓർക്കുക, എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് അവിടെ ICA ടെസ്റ്റ് ചെയ്യുന്നു, അത് ഞാൻ വീണു പോകരുത്. മനസ്സിലായോ? അതുകൊണ്ട് November 26 കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അല്ലാതെ അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റില്ലല്ലോ, ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പേടിക്കരുത്. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ അറിയാം. അതുകൊണ്ട് പേടിക്കരുത്, നമുക്ക് പറ്റും. ഓക്കെ, പർപ്പസ് ഓഫ് മൈ വീഡിയോ ഇസ് ദിസ്. ഇനി അടുത്ത നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ടേക്ക് എ ഗുഡ് ബ്രേക്ക്. എനിക്കറിയാം നല്ലോണം എക്സോസ്റ്റഡ് ആയിട്ട്, പിന്നെ ഇപ്രാവശ്യം റിസൾട്ട് നേരത്തെയും കൂടി വന്നതുകൊണ്ട് നിങ്ങൾക്ക് സമയമുണ്ട്. ഈ മാസം വേണമെങ്കിൽ നിങ്ങൾ ഫുൾ ബ്രേക്ക് എടുത്താൽ നിങ്ങളൊരു സെൽഫ് റിവാർഡ് കൊടുക്കുക. ഇത്രയും നിങ്ങൾ ചെയ്തില്ലേ, നിങ്ങളെ തളർത്താനും കളിയാക്കാനും നിങ്ങളെ വീട്ടുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മളും കൂടി നമ്മളെ തളർത്തി കഴിഞ്ഞാൽ പിന്നെ ആരാ നമുക്ക് ഉണ്ടാവുക? അപ്പോൾ ബി യുവർ സ്ട്രെങ്ത്. നിങ്ങൾക്ക് തന്നെ സ്ട്രെങ്ത് ആവുക. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവം നടന്നു, ഇറ്റ്സ് ഫൈൻ. ഞാൻ അടുത്ത പ്രാവശ്യം എല്ലാം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യും, ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് നിങ്ങളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യും. ഞാൻ May 26 ഇത്രയും ഒരു പരീക്ഷണമുള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ട് പോലും ഞാൻ ഫേസ് ചെയ്ത ഒരാളാണ് അല്ലേ. ഐ ഡിസേർവ് ആൻ അപ്രിസിയേഷൻ, ഐ ഡിസേർവ് എ സെൽഫ് റിവാർഡ്. അപ്പം നിങ്ങൾക്ക് തന്നെ റിവാർഡ് കൊടുക്കുക. ടേക്ക് എ ഗുഡ് ബ്രേക്ക്. ഓക്കെ, അതുപോലെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് കിക്ക് ഓഫ് ചെയ്യുക. അടുത്ത November 26 അറ്റംപ്റ്റ് എന്ത് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ കിക്ക് ഓഫ് ചെയ്യുക. ഞാൻ പറഞ്ഞു, ഇനി തളർന്നു പോകരുത്, ടഫ് അറ്റംപ്റ്റ് ആവുമോ എന്ന് പേടിക്കരുത്, വന്നാൽ നമുക്ക് ഫേസ് ചെയ്യാൻ അറിയാലോ ഇപ്പോൾ. പിന്നെ കീപ് കൺസിസ്റ്റൻസി. 4 months ഉണ്ട്. 4 monthsൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുമെന്ന് വെച്ചാൽ ബിഗ് ചലഞ്ച്. ഐ ടെൽ യു സംതിങ്, ബിഗ് ചലഞ്ച്. അവിടെ ഇപ്പം തന്നെ 16 മണിക്കൂറും 15 മണിക്കൂറും ഷെഡ്യൂൾ ഇടണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ സ്റ്റഡിങ് ടൈം ടേബിൾ ഇടുമ്പോൾ ഇച്ചിരി ബ്രേക്കും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ടൈം ടേബിൾ ഇടും, ഇല്ലെങ്കിൽ നിങ്ങൾ മടുത്ത് പണ്ടാരിടുന്നു. അപ്പോൾ കൺസിസ്റ്റൻസി മാറ്റേഴ്സ്. നിങ്ങളിപ്പോൾ 2 ദിവസം ചപ്പി ഇടുന്നു, അപ്പോഴേക്കും 3-ാമത്തെ ദിവസം ഡൗൺ ആയിട്ട് കാര്യമില്ല. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു എക്സോസ്റ്റിംഗ് ആവാത്ത ഒരു ഷെഡ്യൂൾ ഇട്ടിട്ട് 4 മാസം സമയമുണ്ട്. അപ്പോൾ 4 മാസം സമയം ഉണ്ടാകുമ്പോൾ ഇച്ചിരി കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷെഡ്യൂൾ ഇടുക. അതായത് നല്ല ബ്രേക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ ഇടുക, മറക്കരുത്. പിന്നെ മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും, ഇതൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതായത് ഞാൻ എക്സാമിന് 15 ദിവസം മുന്നേ തന്നെ ഞാൻ തുടങ്ങും. അതിന് മുന്നേ തന്നെ ഈവൻ ത്രൂ ഔട്ട് ദി സ്റ്റഡി ലീവ് തുടങ്ങും. ലാസ്റ്റത്തെ 15 days മാൻഡേറ്ററി ആയിട്ട് ചെയ്യും.
കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെഡിറ്റേഷൻ നമ്മളെ റിലാക്സ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മാനിഫെസ്റ്റേഷൻ നമ്മൾ എപ്പോഴും ചെയ്യണം. അതായത് എക്സാമിന് എന്ത് വന്നാലും, എക്സാം ടഫ് ആയിക്കോട്ടെ ഈസി ആയിക്കോട്ടെ, എന്തായാലും ഞാൻ നന്നായിട്ട് അറ്റൻഡ് ചെയ്യും എന്നുള്ള സംഭവം നമ്മളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ സമയത്ത് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പിന്നെ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഒഴിവാക്കുക. അപ്പം നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആയിക്കഴിഞ്ഞാൽ നെഗറ്റീവ്സ് ആണെങ്കിലേ വരുള്ളൂ. അതന്നെയാണ് ഇതിൽ ഈ വീഡിയോയിൽ മൊത്തം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ എക്സാം പ്രാക്ടീസും, നിങ്ങൾ മോക്ക് ടെസ്റ്റ് സംഭവങ്ങളൊക്കെ ഒന്ന് എക്സാം പ്രാക്ടീസ് ചെയ്യാം. അതാകുമ്പോൾ പെട്ടെന്ന് എക്സാം ഹോളിൽ പോയിട്ട് ഫേസ് ചെയ്യുന്നതിനേക്കാളും എന്തും, ഇനി ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരും എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് എക്സാമിന് നമുക്ക് എന്ത് പരീക്ഷണമാണോ മുന്നിൽ വെച്ച് എന്തും നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് നമുക്ക് കിട്ടും. ഓക്കെ. ഇനി ഇപ്പോൾ സപ്പോസ് നവംബർ 26 എഫ് ടഫ് ആക്കാതെ നേരെ FR ടഫ് ആക്കി വിചാരിക്കും. ഞാൻ അങ്ങനെ ഉണ്ടാവും എന്നല്ല പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞത് അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അപ്രോച്ച് തന്നെ എടുക്കണം. ഓക്കെ. അപ്പോൾ എന്ത് വന്നാലും നമുക്ക് ഏത് എക്സാം എങ്ങനെ വന്നു കഴിഞ്ഞാലും അത് സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഫേസ് ചെയ്യാം. ഓക്കെ. ശരി.